ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ ഡർലിൻസ് കഫേ. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് തുമ്പേന സാത്തമേര ഓഹം നവ എന്ന സീരിയലിൻ്റെ 14ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഇങ്ങനെ അപരാജിതയുടെ വീട്ടുകാർ അവളെ മനസ്സിലാക്കാതെ തിരിച്ച് ഭോപ്പാലിലേക്ക് അയക്കാൻ നോക്കുന്നതാണ്, അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. പക്ഷേ അച്ഛൻ മാത്രം അവളുടെ കൂടെയുണ്ട്, എല്ലാ കാര്യത്തിലും പുള്ളി ധൈര്യമായിട്ട് കൂട്ടത്തിലുണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്നാലും അവളുടെ അവസ്ഥ ആലോചിക്കുകയാണ്. ഞാൻ ആ കത്തയച്ചിട്ട് ഇവരെന്താ എന്നോട് ഇങ്ങനെ പെരുമാറണം, അവൾക്കിപ്പോഴും അതാണ് ഡൗട്ട്. ഞാനെല്ലാം വിശദമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്, ഏതെങ്കിലും അമ്മമാരിങ്ങനെ ചെയ്യുമോ എന്നൊക്കെ അവൾ ചിന്തിക്കണം. ഈ സമയത്ത് കാണിക്കുന്ന അപരാജിതരുടെ അച്ഛനും അമ്മയും ഇതിനെപ്പറ്റി ആലോചിക്കണം. അപരാജിതരുടെ അച്ഛൻ പറയണം, ഞാൻ എന്തൊരു അച്ഛനാണ്, എൻ്റെ 2 പെൺമക്കളുടെയും കല്യാണ ജീവിതം ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. മൂത്ത മോളുടെ ആണെങ്കിൽ ആ കല്യാണം ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയാൻ മേലാത്ത അവസ്ഥയാണ്. ഇളയ മോളുടെ ആണെങ്കിൽ കല്യാണം നടത്താൻ എനിക്ക് കാശുണ്ടാക്കാൻ പറ്റുന്നില്ല, അതിനുവേണ്ടി മൂത്ത മകൾ പുറപ്പെട്ടിറങ്ങേണ്ട അവസ്ഥയായി. ഞാൻ ഒരിക്കലും ഒരു നല്ല അച്ഛനായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അപരാജിതൻ്റെ അമ്മ അങ്ങനല്ല, നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അപ്പുവിൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് അപ്പു തന്നെയാണ്. പിന്നെ ആരുവിൻ്റെ കാര്യത്തിൽ അവളുടെ ലൈഫ് അവൾ തിരഞ്ഞെടുത്തതാണ്, ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ചെക്കനായിരുന്നെങ്കിൽ ഇത്രയും ക്യാഷ് ചിലവ് ഉണ്ടാവില്ല. ഇതിപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളായതുകൊണ്ട് നമുക്ക് വേണ്ടെന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അപ്പുവിൻ്റെ അച്ഛൻ പറയാണ്, അപ്പുവിൻ്റെ കാര്യത്തിൽ അവളെ നീ കുറ്റപ്പെടുത്തണ്ട, ഒരു പ്രശ്നവും ഇല്ലാതെ അവളങ്ങനെ വന്ന് നിൽക്കുന്ന ആളല്ല, എന്തെങ്കിലുമൊക്കെ അവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും, നീ എന്താ അങ്ങനെ ചിന്തിക്കാത്തത് എന്ന് പറഞ്ഞ് അപ്പുവിൻ്റെ അമ്മേനെ വഴക്കിടുകയാണ്. അപ്പോൾ ഈ സമയത്ത് രശ്മിയും അപ്പുവും കൂടെ ഇങ്ങനെ സംസാരിച്ച് നടക്കുകയാണ്. നീ എല്ലാം അതിൽ വിശദമായിട്ട് എഴുതിയിട്ടില്ലായിരുന്നോ എന്ന് രശ്മി ചോദിക്കുകയാണ്. അപ്പോൾ രശ്മിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുള്ളൂ, അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പു പറയാണ്, എടി ഞാനെല്ലാം ശരിക്കും എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്ക് അവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവരുടെ മുന്നിൽ ഇതെനിക്ക് നേരിട്ട് അവതരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് എല്ലാം ഞാൻ കത്തിലൂടെ അറിയിച്ചതെന്ന് പറയുവാണ്. അപ്പോൾ രശ്മി ചോദിക്കുകയാണ്, സത്യത്തിൽ ആ കത്ത് നിൻ്റെ വീട്ടിൽ കിട്ടി എന്നുള്ളതിന് നിനക്കെന്താ ഉറപ്പെന്ന് ചോദിച്ചു. അപ്പോൾ പറയാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്, അമ്മ എന്നോട് പറഞ്ഞല്ലോ ആ കത്ത് എനിക്ക് കിട്ടി. ഇന്നലെയും കൂടെ ഞാൻ എൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഞാനത് കത്തിച്ച് കളഞ്ഞു, നിനക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ അവർ കത്ത് വായിക്കാഞ്ഞിട്ടല്ലല്ലോ, അവരെന്നെ മനസ്സിലാക്കാഞ്ഞിട്ടാന്ന് പറയുകയാണ്. ഈ സമയത്ത് അപ്പുവിൻ്റെ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുകയാണ്, സത്യത്തിൽ ആ കത്തിൽ പറഞ്ഞൊക്കെ നീ വിശ്വസിച്ചോ, ശരിയാണോ, അതോ അങ്ങനെ കത്ത് വന്നിട്ടുണ്ടോ എന്നൊക്കെ അച്ഛൻ ചോദിക്കണം. അപ്പോൾ അപ്പുവിൻ്റെ അമ്മ കത്തെടുത്തുകൊണ്ട് വരികയാണ്, എന്നിട്ട് അതിലുള്ള കാര്യങ്ങൾ വായിക്കുകയാണ്. ഇത് അപ്പോൾ എഴുതിയ കത്തല്ല കേട്ടോ, മാറി വന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചൊരു ലൈഫല്ല കിട്ടിയത്, അപ്പു പറയുന്നതായിട്ടാണ്. ലൈഫല്ല കിട്ടിയത്, ഞാനൊരു നല്ല ക്യാഷുകാരനെ കല്യാണം കഴിച്ച് നല്ല സുന്ദരനായ ഒരാളെ കല്യാണം കഴിച്ച് വളരെ ലക്ഷറി ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. ഇവിടെ ആണെങ്കിൽ ഒരു നല്ല സിനിമയ്ക്ക് കൊണ്ടുപോകാറില്ല, എപ്പോഴും ജോലി, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യിക്കുകയാണ് എന്നെക്കൊണ്ട്. പിന്നെ പുറത്തേക്ക് ജോലിക്ക് പോകാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഇങ്ങനെ ഇയാൾ സമ്മതിക്കുന്നില്ല, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് നടക്കാൻ സമ്മതിക്കുന്നില്ല, എനിക്ക് നല്ല ഗിഫ്റ്റ് വാങ്ങിത്തരാറില്ല, നല്ല സിനിമയ്ക്ക് കൊണ്ടുപോകാറില്ല, നല്ലൊരു സാരി വാങ്ങിത്തരാറില്ല. എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ അവരുടെ ഭർത്താക്കന്മാർ മാസം മാസം സാരി വാങ്ങിക്കൊടുക്കും, എൻ്റെ ഭർത്താവ് അങ്ങനെയൊന്നും ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുവാണ്, എനിക്കിനി ഇങ്ങനെ ഒരു ജീവിതം വേണ്ട എന്നൊക്കെയാണ് ആ കത്തിൽ എഴുതിയിട്ടുള്ളത്. സത്യം ഇതൊന്നും അല്ല. അപ്പോൾ അപ്പൂൻ്റെ അമ്മ പറയണം, ഇങ്ങനെയൊക്കെ അവൾ കാണിച്ചാൽ എങ്ങനെ നമ്മൾ മരുമോനെ കുറ്റം പറയും, അവൾക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണ്ടേ, അങ്ങനെയല്ലേ നമ്മൾ പഠിപ്പിച്ച് വിട്ടത്, ഇവളിങ്ങനെ ചെയ്തു തുടങ്ങിയാൽ നമുക്കല്ലേ മരുമോൻ്റെ മുന്നിൽ നാണക്കേടെന്നൊക്കെ പറയണം. അടുത്ത സീനിൽ കാണിക്കുന്ന ലളിതിനെയാണ്, അപ്പൂൻ്റെ ഹസ്ബൻഡിനെയാണ്. പുള്ളി വെള്ളം അടിച്ചിട്ട് ആ കത്ത് മാറ്റിയ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. സത്യത്തിൽ അപ്പു എഴുതിയ കത്തിൽ ഇയാൾ ഉപദ്രവിച്ചതും ഇയാൾ കാരണം സാമ്പത്തിക നഷ്ടം ഉണ്ടായതൊക്കെ അവിടെ നല്ല വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വീട്ടുകാരായാലും കിട്ടിയാൽ അവരിവനെ വെറുതെ വിടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവൻ പ്ലാൻ ചെയ്താണ് ആ കത്ത് മാറ്റിയത്. ഇനി ആ കത്ത് മാറ്റിയതാണ് ഇനി കാണിക്കുന്നത്. ഇപ്പോഴാണ് അപ്പു ശരിക്കും എഴുതിയ കത്ത് നമ്മളെ കാണിക്കുന്നത്. അത് ലളിത് മാറ്റി വെച്ചതായിരുന്നു. അവളുടെ എല്ലാ വിഷമങ്ങളും അച്ഛനും അമ്മയോട് നേരിട്ട് പറഞ്ഞ് വിഷമിപ്പിക്കാതെ, നേരത്തെ പറഞ്ഞാൽ അവളെ വീട്ടിലേക്ക് കയറ്റണോ വേണ്ടെന്ന് അവർക്ക് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും ഒരു സമയം വേണ്ടെന്ന് ഓർത്തിട്ടാണ് അവൾ നേരത്തെ കത്തയച്ചിട്ട് പോകാമെന്ന് വെച്ചത്. അവളത് ഭദ്രമായിട്ട് ബാഗിൽ വെച്ചതായിരുന്നു. പക്ഷെ അവളത് ബാഗിൽ വെച്ചിട്ട് പോകുന്ന സമയത്ത് ലളിത അതെടുത്ത് മാറ്റിയിട്ട് അവൻ എഴുതിയൊരു ഫേക്ക് കത്താണ് അതിനകത്ത് വെച്ചത്. അപ്പോൾ ഇവളുടെ അക്ഷരം കണ്ടുപിടിക്കാൻ അച്ഛനും അമ്മയ്ക്കും പറ്റില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വന്തം മോളുടെ അക്ഷരം കണ്ടറിയേണ്ടതല്ല. അടുത്ത സീൻ കാണിക്കുന്നത് രശ്മിയും അപരാജിതയും സംസാരിക്കുന്നതാണ്. അപരാജിത അവളുടെ
പാസ്റ്റൊക്കെ റിവീൽ ചെയ്യണം. അവൾ വേറെ ആരോടും ഇത് പറഞ്ഞിട്ടില്ല. അപ്പോൾ രശ്മിയോടുള്ളൊരു വിശ്വാസത്തിൽ അവളോട് പറയണം. അവൾ പറയുകയാണ് ഹസ്ബൻഡ് വളരെ കുടിയനായ ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ നല്ല വെള്ളം അടിക്കും, വെള്ളം അടിച്ചിട്ട് വന്നിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കും, ആളുകളെ വെറുതെ ബുദ്ധിമുട്ടിക്കും. എന്നിട്ട് ആ ആളുകൾ വരെ ഇവളെയാണ് വന്ന് ചീത്ത പറയുന്നത്. തീരെ സഹിക്കാൻ പറ്റാതായപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ അച്ഛനും അമ്മയെ സ്നേഹിക്കുന്ന ഒരാളാണ്, പിന്നെ എൻ്റെ സഹോദരങ്ങളെ സ്വന്തം സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു അവൻ. കല്യാണത്തിന് മുന്നേ അങ്ങനെയാണ് അവൻ പെരുമാറിയിരുന്നത്. അത് കണ്ടിട്ട് നല്ലൊരാളായിരിക്കും, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പോലുള്ള ലൈഫ് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇയാൾ ഞാൻ വിചാരിച്ചതിലും നേരെ ഓപ്പോസിറ്റ് മൈൻഡ് സെറ്റുള്ള ഒരാളാണെന്ന്. എന്ത് ചെയ്താലും ഇഷ്ടപ്പെടില്ല, എല്ലാത്തിനും കുറ്റം മാത്രം പറയും. എപ്പോഴും പറയുന്ന കാര്യമാണ് എല്ലാവർക്കും ഭാര്യ തന്നെയാണ് കിട്ടുന്നത്, എനിക്ക് കിട്ടിയതൊരു മന്ദബുദ്ധീനാണ്, ഒരു കഴിവും ഇല്ലാത്ത എല്ലാത്തിലും സീറോ ആയ ഒരുത്തിയെ കിട്ടുന്നത്. ഇവളെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല. നല്ല ഈ കുടുംബത്തിലെ വല്ലതാണെങ്കിൽ സ്ത്രീധനമെങ്കിലും ചോദിക്കാറുണ്ട്. ഇത് സ്ത്രീധനം പോലും തരാത്ത എച്ചികളാണ് ഇവിടെ വീട്ടുകാരെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കുറ്റപ്പെടുത്തുന്നൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ പ്രസൻറ്റിലേക്ക് വന്നാൽ അപരാജിത പറയുകയാണ് ഇയാൾ ഇങ്ങനത്തെ ഒരാളാണെന്ന് ഞാൻ പല രീതിയിൽ വീട്ടുകാർക്ക് സൂചന കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ ലളിത തടയുമായിരുന്നു. എന്നിട്ട് എങ്ങനെയെങ്കിലും സഹിച്ച് കുറച്ച് കഴിയുമ്പോൾ റെഡിയാവും. ചിലപ്പോൾ അവൻ്റെ ബിസിനസ്സൊക്കെ ഡള്ളായെന്ന്, ചില ബിസിനസ്സൊക്കെ മോശമായതുകൊണ്ടായിരിക്കും ഇങ്ങനെ പെരുമാറുന്നത്, കുടിക്കുന്നതെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അവനത് യാതൊരു ജോലിയില്ല, ഒരു ബിസിനസ്സും ഇല്ല, വെറുതെ വീട്ടിൽ കഴിച്ചിരിക്കുക. അവളുടെ സ്വർണ്ണമൊക്കെ വിറ്റാണ് അവൻ ജീവിച്ചത്. അത് തീരുമ്പോൾ ഇവക്ക് ദേഷ്യം എന്ന് വെച്ചാൽ ഇവന് ദേഷ്യം വന്നിട്ട് കുടിച്ചിട്ട് വന്ന് അവളെ ഉപദ്രവിക്കുകയും ചെയ്യും. അവളതിനെ പ്രതിരോധിക്കാനായിട്ട് റൂമിൽ കയറി കതകടച്ച് പേടിച്ചിരിക്കും. അങ്ങനെയാണ് അവൾ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ആ പോലീസിനെ അറിയിക്കാനോ ഒന്നുള്ള ധൈര്യം ആ സമയത്തില്ലായിരുന്നു. വാതിലടച്ചിട്ടിരുന്നാൽ പോലും അവൻ വെറുതെ വിടത്തില്ല, വാതിലടിച്ച് പൊളിക്കാൻ നോക്കും. അതാണ് ഇവക്കൊരു ട്രോമ. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇവക്കൊരു പാനിക് അറ്റാക്ക് എന്നുള്ള രീതിയിൽ ആണിത് തന്നെ. അപ്പോൾ ഇത് രശ്മി എടുത്ത് പറയുമ്പോൾ അവൾ പറയും നിനക്ക് എന്നോട് ഇതിപ്പോൾ ഒന്ന് ഫോൺ ചെയ്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നു, ഞാൻ വേണ്ടത് ചെയ്യില്ലായിരുന്നു, എന്തിനാണ് ഇത് ഇത്ര കൂടെ സഹിക്കാൻ നിന്നതെന്ന് അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞു സഹിക്കാതെ ഞാൻ എന്ത് ചെയ്യും, ഇപ്പം ഞാനിപ്പോൾ വന്നപ്പോൾ ഉള്ള അവസ്ഥ കണ്ടില്ല, ഇത് ഞാൻ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇത്ര നാൾ വരാതിരുന്നത്. ഞാൻ വന്നാൽ എൻ്റെ വീട്ടുകാരെ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ സ്വഭാവം എനിക്കറിയാം, പ്രത്യേകിച്ച് അമ്മയുടെ സ്വഭാവം എനിക്കറിയാം. അമ്മ ഒരു എന്ന് വെച്ചാൽ യാഥാസ്ഥിതിക ചിന്തിക്കാരിയാണ്. അപ്പോൾ അമ്മ ഒരിക്കലും എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എന്തൊക്കെയുണ്ട് ഇപ്പം ഞാൻ ആ കത്ത് കൊടുത്തത് വായിച്ചിട്ട് തന്നെ അമ്മയ്ക്കത് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ നേരിട്ട് പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. പിന്നെ ഞാൻ വന്നിട്ട് എന്ത് കാര്യം, നീ പോലും ഇത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അറിയിക്കാൻ. പിന്നെ എൻ്റെ വിഷമങ്ങൾ എന്നിലൂടെ ഒതുങ്ങട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് അവൾ എന്തെങ്കിലും കാര്യം ഇങ്ങനെ ചോദിക്കാൻ നിന്നാൽ, എന്ന് വെച്ചാൽ ബിസിനസ് എന്തായി എന്നൊക്കെ ചോദിക്കാൻ നിന്നാൽ അവളെ ചോദ്യം ചെയ്തതിന് അവളെ അടിക്കുമായിരുന്നു. ഇവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇവന് സിബിൽ സ്കോറൊന്നും ഇല്ല, എല്ലായിടത്തുനിന്നും കടം വാങ്ങി തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് സിബിൽ സ്കോറില്ല. അപ്പോൾ അപ്പുവിൻ്റെ പേരിൽ ഇവൻ നിർബന്ധിച്ച് ലോൺ എടുപ്പിച്ചിട്ട് അവളോടാണ് പിന്നെ ബാങ്കുകാരോ ആൾക്കാരൊക്കെ കേസ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇവൻ കാശ് തിരിച്ചടയ്ക്കത്തില്ല. അപ്പോൾ അവളുടെ പേരിലെടുത്തുകൊണ്ട് എല്ലാവരും അവളെ വന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അതെന്തിനാണ് ആ കാശ് എടുത്തത്, ആ കാശ് എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ അവൻ അവളെ അടിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ദേഷ്യം അവൻ അങ്ങനെ എടുത്തിരിക്കണം. അപ്പോൾ ഇവൾ ഓർത്തത് അവൻ്റെ കാശില്ല, ബിസിനസ് ശരിയാകാനായിട്ടുള്ള ദേഷ്യമായിരിക്കും. പിന്നെയാണ് മനസ്സിലായത് അവനെ കുടിക്കാനും തൂർത്തടിക്കാനുമാണ് ആ കാശ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആരോടും ഒന്നും പറയാതെ ഒരു സപ്പോർട്ടും ഇല്ലാതെ പേടിച്ചാണ് ആളവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പ്രസൻറ്റിലേക്ക് വന്നാൽ രശ്മി ചോദിക്കുകയാണ് നിനക്ക് നിൻ്റെ ബ്രദറിനോടെങ്കിലും കാര്യം പറഞ്ഞുകൂടായിരുന്നു, നമുക്കൊക്കെ ഒരു ബ്രദറുള്ളതല്ലേ ഏറ്റവും വലിയ ധൈര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അപ്പു പറയണം അവനെന്ന് പറഞ്ഞ അളിയനെ ജീവനാണ്, അപ്പോൾ എങ്ങനെ ഞാൻ പറയുമെന്ന് ചോദിക്കുകയാണ്. പിന്നെ പാസ്റ്റിലേക്ക് പോയാൽ അപ്പുവിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കുറേ കടക്കാരൊക്കെ വന്ന് ലളിതിനെ തിരക്കുമ്പോൾ ലളിത പറയുകയാണ് എന്തെങ്കിലും പോയൊരു അവധി പറയും, ഇവിടെ ഇങ്ങനെ വടി പോലെ നിൽക്കാതെ, അങ്ങനെയെങ്കിലും നിന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാകട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവൾ കടക്കാരോട് 1 മാസം 2 മാസമൊക്കെ അവധി പറഞ്ഞ് തൽക്കാലത്തേക്ക് പിടിച്ച് നിൽക്കുകയാണ്. അവൻ വീട്ടിലില്ല എന്നൊക്കെ പറയണം. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, പക്ഷേ ഇവരൊന്നും പോകാൻ വേണ്ടി അങ്ങനെ പറയുകയാണ്. അപ്പോൾ വന്ന കടക്കാർ പറയുകയാണ് 1 മാസത്തിനുള്ളിൽ കാശ് തന്നില്ലെങ്കിൽ അതെങ്ങനെ മുതലാക്കണമെന്ന് ഞങ്ങൾക്കറിയാമെന്നും പറഞ്ഞ് അപ്പുവിനെ ഭീഷണിപ്പെടുത്തിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് വന്ന് ലളിതിനോട് പറയാം നിങ്ങൾ കേട്ടില്ല, അവരെന്നോട് പറയുന്നത് കേട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയും അങ്ങനെ മുതലാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ മുതലാക്കും എന്നൊക്കെ ലളിത് പറയുകയാണ്. അപ്പോൾ
അപ്പോൾ ഇവളൊരു ജോലിക്ക് പോകാനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോൾ ജോലിക്ക് പോണ സമയത്ത് അവൾ നെയ്ത്തുകാരിയാണല്ലോ, സോ സാരി ഉടുത്തിട്ടാണ് അവൾ പോയത്. അപ്പോൾ ഈ സാരി ഉടുക്കുമ്പോൾ വയറ് കാണണമെന്ന് പറഞ്ഞ് ഇത് കാണിക്കാനാണല്ലേ നീ ജോലി എന്നുള്ള പേരിൽ പോണത് എന്നൊക്കെ പറഞ്ഞ് അവളെ ഇൻസൾട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അവൾക്ക് സാരി കൊടുക്കണതാണ് പൊതുവെ ഇഷ്ടം. അപ്പോൾ ഇവളൊരു ദിവസം സാരി ഉടുത്ത് വന്നപ്പോൾ അവന് വേറൊരു സാരി എടുത്ത് പാനിൽ കെട്ടിത്തൂക്കി മരിക്കാൻ പോവുകയാണ്. എന്നിട്ട് പറയണം, ഇനി നീ സാരി കൊടുത്താൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാവും എന്നൊക്കെ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ അവൾ പറയണം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരുന്നു സാരി, ഞാൻ എൻ്റെ കൈ കൊണ്ട് സാരി ഉണ്ടാക്കുന്നവളാണ്, എന്നിട്ട് പോലും എനിക്കിപ്പോൾ സാരി കാണുന്ന പേടിയായത് ആ ഒരൊറ്റ ട്രോമ കൊണ്ടാണ്, അതെനിക്ക് മാറിയിട്ടില്ല ഇതുവരെ, എനിക്കിപ്പോഴും ഒരു സ്ഥലത്ത് സാരി കാണുമ്പോൾ എനിക്ക് പേടിയാണ് മനസ്സിൽ. പിന്നെ എൻ്റെ പേരിൽ ലോൺ എടുത്തിട്ട് ഒരു ബിസിനസ്സിൻ്റെ പേരും പറഞ്ഞ് അപരാജിത ലഡു ധാക എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു കടയൊക്കെ തുടങ്ങിയിട്ട് ചുമ്മാ ഒരു പേരിന് മാത്രം. പക്ഷെ ബാങ്കുകാർ വന്ന് ചോദിക്കുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ബോർഡ് മാത്രമുണ്ട്. അപ്പം നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ വരുമാനം ഉണ്ടാവുമല്ലോ, നിങ്ങൾ മനഃപൂർവ്വം അടയ്ക്കാത്തതെന്ന് പറഞ്ഞ് ബാങ്കുകാർ ഇവളുടെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കൂടുതലും അതുകൊണ്ടാണ് ഇവൾ അവിടെ നിന്ന് പോകുന്നത് തന്നെ. എന്നിട്ടും അവനവളെ ഉപദ്രവിക്കുകയാണ്. എന്ത് ചെയ്താലും കുറ്റം, എല്ലാത്തിനും കുറ്റം. വീട്ടിൽ നിന്ന് സ്ത്രീധനം തരാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആകത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവളെ കുറ്റപ്പെടുത്തുകയാണ്. നിന്നെ ഞാനിവിടുത്തെ ചവിട്ടി അരച്ചാലും ചോദിക്കാനും പറയാനും ആരും ഇല്ലയെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം അപരാജിത അവൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കുപ്പി എടുത്ത് വലിച്ചെറിഞ്ഞു, മദ്യക്കുപ്പി എടുത്ത് വലിച്ചെറിഞ്ഞപ്പോൾ അതിനവളെ ഒത്തിരി ഉപദ്രവിച്ച് തലയും ചുണ്ടും ഒക്കെ അവളുടെ പൊട്ടി. എന്നിട്ട് പോലും അതാരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ രശ്മി പറയണം, അവൻ നിൻ്റെ ദേഹത്ത് കൈ വെച്ചിട്ട് പോലും നീ എന്നോട് പറയാനോ, നിനക്ക് അത്രയ്ക്ക് അന്യായിപ്പോയാൽ ഞാനെന്ന് പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞിട്ട് നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പോലീസിനെ വിളിച്ചാൽ അത് നേരെ തിരിഞ്ഞ് എൻ്റെ തല തന്നെ ഇരിക്കും, അല്ലാതെ അവനെ ആരും ഒന്നും ചെയ്യാൻ പോകില്ല, എൻ്റെ വീട്ടുകാർ പോലും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ആ കത്തിലെഴുതിയിട്ട് എൻ്റെ വീട്ടുകാർക്ക് എന്നെ മനസ്സിലാവുന്നില്ല, എന്തൊരു കഷ്ടമാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ വിഷമിക്കുകയാണ്. എന്നാലും ഞാനിനി ഒരിക്കലും തോറ്റു കൊടുക്കാൻ പോകില്ല, ഇനി ഞാനൊരിക്കലും അങ്ങോട്ടേക്ക് പോകില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും കടത്തിനെ കിടക്കേണ്ടി വന്നാൽ പോലും ഞാനിനി ആ വീട്ടിലേക്ക് പോവില്ല എന്നവൾ പറയുകയാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഇതൊന്നുമല്ല, എങ്ങനെയെങ്കിലും ആരുവിൻ്റെ കല്യാണം നടത്തണം, അതിനായിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടെത്തണം. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, വേറൊന്നും ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നില്ല. അതിനൊരു വഴി ദൈവം കാണിച്ചു തന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് ഇവൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് കാണിക്കുന്ന രക്ഷിത്തിൻ്റെ വീടാണ്. രക്ഷിത്ത് അവിടെ പാട്ടൊക്കെ പാടി കൂളായിട്ടിരിക്കുകയാണ്. പക്ഷെ അവന് ടെൻഷനുണ്ട്. അവനൊരു പാട്ടൊക്കെ പാടി ആ അപരാജിതയുടെ ഒരു സാരി ഉണ്ടായിരുന്നില്ല, അവർ ആ റിച്വലിന് യൂസ് ചെയ്ത, അതവൻ വെള്ളത്തിൽ നിന്ന് എടുത്തായിരുന്നല്ലോ, അവനിങ്ങനെ അതും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുകയാണെന്ന് വെച്ചാൽ അത് നെയ്ത ആളെ കിട്ടിയാൽ ഇവർ പകുതി രക്ഷപ്പെട്ടു. ഇവനിങ്ങനെ അത് ആരാണ് എന്ന് പറഞ്ഞൊക്കെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് രക്ഷിത്തിൻ്റെ അമ്മ വന്നിട്ട് പറയാം, അപ്പോൾ നീ ഇവിടെ ഇരുന്ന് പാട്ട് പാടിക്കോ, മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയണം. അപ്പോൾ രക്ഷിത്ത് പറയണം, അമ്മയ്ക്ക് എന്തിനാ ടെൻഷൻ, ഞാനല്ലേ ആളെ തപ്പുന്നത്, അപ്പോൾ എനിക്കല്ലേ ടെൻഷനാവേണ്ടത്, ഞാൻ എത്ര സ്ഥലത്ത് പോയെന്നറിയാവോ, എവിടെയും എനിക്ക് നെയ്ത്തുകാരനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് പറയണം. അപ്പോൾ രക്ഷിത്തിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, നീ കപ്പട ബസാറിൽ അന്വേഷിച്ചായിരുന്നെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ അന്വേഷിച്ചാൽ എന്തായാലും കിട്ടാതിരിക്കില്ല, നീ അവിടെ മാത്രം വിട്ടുപോയിട്ടുണ്ടാവുമല്ലേ എന്ന് പറയണം. ഇത് കേട്ടിട്ട് രക്ഷിത്ത് അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. അച്ഛൻ ആ സ്ഥലം ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കണം. എന്ന് വെച്ചാൽ ഈ കപ്പട ബസാറിലാണ് രക്ഷിത്തിൻ്റെ അച്ഛൻ സാരി വിറ്റുകൊണ്ടിരുന്നത്. പിന്നെ ഇവൻ്റെ കയ്യിൽ അത് വന്നപ്പോഴാണ് വലിയ ബിസിനസ്സൊക്കെ ആയിട്ടത് വളർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ അച്ഛൻ പറയണം, അതെങ്ങനെ മറക്കാൻ പറ്റും, എൻ്റെ ഒരു ജീവിതകാലം മുഴുവൻ ഞാൻ അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടുള്ളത്, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്, വേറെ എന്തൊക്കെ മറന്നാലും ഞാൻ അത് മറക്കില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് വലിയ സന്തോഷമാവുകയാണ്. അപ്പം അച്ഛൻ പറയാണ്, ഒത്തിരി നെയ്ത്തുകാരുടെ വിയർപ്പ് കൊണ്ടുണ്ടായ സ്ഥലമാണത്, ആ സ്ഥലത്തൊന്നും കിട്ടാത്ത നെയ്ത്തുകാരും ഉണ്ടാവില്ല, ഡിസൈൻസും ഉണ്ടാവില്ല, സാരികളും ഉണ്ടാവില്ല, അതുകൊണ്ട് മോനൊരു പ്രാവശ്യം അവിടെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കി, നീ അന്വേഷിക്കുന്ന ആൾ എന്തായാലും അവിടെ നിന്ന് കിട്ടുമെന്ന് പറയുകയാണ്. അപ്പോൾ രക്ഷിത്തിൻ്റെ അമ്മ പറയണം, ഇതിലും വലുത് നമുക്ക് എന്താ വേണ്ടത്, അച്ഛൻ ഒരു ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ട സ്ഥലമാണ്, അവിടുത്തെ ജനങ്ങളായാലും അവിടുത്തെ ജോലികളായാലും സാരികളായാലും ഒരിക്കലും അച്ഛന് മറക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നീ പോയാൽ എന്തായാലും വിജയിക്കും, നീ അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കുക, ഈ സാരി കാണിച്ച് നെയ്ത്തുകാരനെ അന്വേഷിക്കുക, എന്തായാലും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ കിട്ടും എന്ന് പറയുകയാണ്. അപ്പോൾ രക്ഷിത്ത് പറയണം, അച്ഛന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, നാളെ തന്നെ ഞാൻ കപ്പട ബസാറിൽ പോയിട്ട് അന്വേഷിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ആ ബസാറാണ്. അവിടെ തന്നെയാണ് അപരാജിത ജോലി അന്വേഷിച്ച് വന്നത്. ഏതെങ്കിലും നെയ്ത്തുകാരുടെയോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിലോ ഒക്കെ ജോലി ഉണ്ടാകുന്ന
അന്വേഷിച്ച് അവൾ നടക്കുകയാണ്. ഇതേ സ്ഥലത്ത് തന്നെ രക്ഷിത്തും വരുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ കാണുന്നില്ല, അങ്ങനെ പാസ് ചെയ്ത് പോവാണ്. അപ്പോൾ രക്ഷിത്തിൻ്റെ കയ്യിൽ സാരി അപ്പു ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, അവൾ തന്നെ നെയ്ത സാരി അവൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് ഈ 14ാമത്തെ എപ്പിസോഡ് അവസാനിക്കണം. അപ്പോൾ കുറച്ച് ലാഗായിട്ട് നമുക്ക് തോന്നും. എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 10-20 എപ്പിസോഡ് അങ്ങനെയാണ്. നമ്മളിങ്ങനെ കഥയിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ത്രില്ലാണ് കേൾക്കാനൊക്കെ. ഇതൊരു 20ാമത്തെ എപ്പിസോഡൊക്കെ കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആവും. എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ളൊരു വൈബും നമുക്ക് ആ കുങ്കുംഭാഗ്യയുടെ ഓർമ്മകളൊക്കെ വരുന്ന രീതിയിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള വൈബ്സൊക്കെ വരും. എന്ന് വെച്ചാൽ നോർമൽ സീരിയലിന് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണിത്. എന്ന് വെച്ചാൽ സാധാരണ ഇതിൽ റൊമാൻറ്റിക് ആണെങ്കിൽ പോലും ഇങ്ങനെ ഭയങ്കര കമ്പല് ചെയ്തിട്ടൊക്കെ ഉള്ള പോലെ നമുക്ക് തോന്നാറുണ്ട് ചില സീരിയലിൽ. പക്ഷേ ഇതിലങ്ങനെയൊന്നുമില്ല, വളരെ ഡീസൻ്റായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.